ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സും അതുപോലെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എല്ലാം വരികയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പലരും അവരുടെ കാർഡുകളെല്ലാം റെഡിയാക്കി, അതായത് ഓഫേഴ്സ് എല്ലാമുള്ള കാർഡെല്ലാം റെഡിയാക്കി ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതുപോലെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് പലപ്പോഴും സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ചില സമയങ്ങളിലെല്ലാം ആയിരിക്കും ഈ ഒരു ഓഫേഴ്സ് എല്ലാം കാണിക്കുക. ചിലപ്പോൾ നൈറ്റിലെല്ലാം ആയിരിക്കും ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം വരുന്നത്. എന്നാൽ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഓഫറെല്ലാം വന്നതിന് ശേഷം ഇതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഓഫറെല്ലാം കാണുമ്പോൾ നമ്മൾ ആ ഒരു സാധനം പർച്ചേസ് കൊടുക്കാറുണ്ട്. എന്നാൽ കുറേ പേർക്ക് ഇത് കറക്റ്റ് പർച്ചേസ് ഒന്നും ആകാതെ പേജ് നോട്ട് ഡിസ്പ്ലേഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എറർ എല്ലാം വരാറുണ്ട്. അതിനാൽ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ വീണ്ടും നമ്മൾ പർച്ചേസ് എല്ലാം കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ പേജ് നോട്ട് ഡിസ്പ്ലേഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എറർ എല്ലാം കാണിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരേ പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് എന്നെല്ലാം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ ചെയ്യുക വഴി കുറച്ച് ആളുകൾക്ക് അവരുടെ അക്കൗണ്ട് എല്ലാം തന്നെ ബാൻഡ് ആയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇങ്ങനെ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ വീണ്ടും ഒരേ പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് എല്ലാം കൊടുക്കുന്നത് ഇത് റോബോട്ടാണ് എന്ന് അവരുടെ സിസ്റ്റം ഇത് ഐഡൻറ്റിഫൈ ചെയ്യും. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിലയിരുത്തലെല്ലാം നടത്തുന്നത് കൊണ്ടാണ് പലർക്കും അവരുടെ അക്കൗണ്ട് എല്ലാം തന്നെ ബാൻ ആകുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തത് കൊണ്ടൊന്നും ഈ ഒരു പ്രശ്നമൊന്നും പെട്ടെന്ന് തന്നെ സോൾവ് ആകുന്നില്ല എന്നും അറിയുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ എന്തെങ്കിലും സാധനമെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ റിപ്പീറ്റായി നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക്, അതായത് ഈ പേജിൻ്റെ എറർ എല്ലാം കാരണം വീണ്ടും നമ്മൾ ഇത് ട്രൈ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് എല്ലാം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എല്ലാം ബാൻ ആകാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്